ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും. ആലിമീങ്ങൾക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ടാകും. അതിന്റെ പേരിൽ ഒരാളും ഒരു ആലിമിനെയും നിന്ദിക്കാനോ ഇൻസൾട്ടാക്കാനോ പാടില്ല. എല്ലാ ആലിമീങ്ങളെയും, സുന്നത്ത് ജമാഅത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇതാണ് സത്യം, ഇതാണ് ശരിയായ രീതി. അതാണ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കൾ സമൂഹത്തോട് പറയുന്നത് ഈ ആശയമാണ്. ആദരവും ബഹുമാനവും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും വകവെച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു വലിയ പണ്ഡിതൻ വേറെ ഒരു പണ്ഡിതന്റെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ ആ പണ്ഡിതനും ഈ പണ്ഡിതനും തമ്മിൽ ഒരുപക്ഷെ സംഘടനാപരമായ വീക്ഷണ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴേക്ക് അതാ ഖബർ സിയാറത്ത് ചെയ്തതിനെ പോലും പരിഹസിക്കുന്ന വിധത്തിൽ സമൂഹം അധപ്പതിച്ചുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുത്ത് തവസ്സുലാക്കി ദുആ ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അതിനർത്ഥം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതണം എന്നാണ്. സിയാറത്തിന് പോയതോടുകൂടി ഇനി ആരും ഖുനൂത്ത് ഓതണ്ട, ഞാനും ഹനഫി മദ്ഹബുകാരനായിരിക്കുന്നു എന്നല്ലല്ലോ. ഓരോരുത്തരുടെയും വീക്ഷണം വെച്ച് പുലർത്തുമ്പോൾ തന്നെ മറ്റുള്ള പണ്ഡിതന്മാർക്ക് ആദരവും ബഹുമാനവും നൽകുക എന്നത് അതാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാകണം നമ്മളുടെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും. അല്ലാതെ കാര്യത്തിനു വേണ്ടി, ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ ആളാകാൻ വേണ്ടി അങ്ങനെ ആയിപ്പോയാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞുപോകും. അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ഉപകരിക്കുകയില്ല.